ഹായ് മക്കളെ, എൻ്റെ പേര് യദു. ഞാൻ എക്സാമിനറിലെ കൊമേഴ്സ് ഫാക്കൽറ്റിയാണ്. അപ്പം ഈ ഒരു ടൈമിൽ മക്കളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം റിസൾട്ട് വരികയാണല്ലേ. അപ്പം ടെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് എത്ര വേണ്ടാന്ന് വെച്ചാലും അത് ഉണ്ടാവും. ഓക്കെ, യെസ്. പക്ഷേ എന്താണ്, നാളെ എന്ത് റിസൾട്ട് വന്നാലും മക്കൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മനസ്സുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ എനിക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നാലോചിച്ച് വിഷമിച്ചും സങ്കടപ്പെട്ടും വെറുതെ കരഞ്ഞു വരുന്നുണ്ട് നമുക്കൊന്നും കിട്ടാനില്ല. കാരണം അത് അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. കാരണം സാറിന് SSLCയിലെ റിസൾട്ട് എന്ന് പറയുന്നത് 2 A+ ആയിരുന്നു. 2 A+ഉം 6Aയും ഒരു B+ഉം ആയിരുന്നു. കാരണം അത് സാറ് പ്രതീക്ഷിച്ച റിസൾട്ടല്ല, ഒട്ടും പ്രതീക്ഷിച്ച റിസൾട്ടല്ല. 6Aയുടെ കൂട്ടി 8 A+ സാറ് പ്രതീക്ഷിച്ചെടുത്തുനിന്ന് 2 A+ഉം 6Aയും ആയതിലുള്ള ആ ഒരു ഡിഫറൻസ് തന്നെ മക്കൾക്ക് ഊഹിക്കാമല്ലോ. സോ അപ്പോൾ എത്രത്തോളം സാറ് കരഞ്ഞിട്ടുണ്ടാവും എന്ന് മക്കൾക്ക് ചിന്തിക്കാം അല്ലേ. സോ അതുകൊണ്ടാണ് പറയുന്നത്, അന്ന് അത്രയ്ക്കും കരഞ്ഞു, അത്രയ്ക്കും വിഷമിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഓക്കെ, പിന്നീട് നമ്മളെ ലൈഫ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പിന്നീട് നമ്മളെ ഇഷ്ടങ്ങൾ, നമ്മളെ തീരുമാനങ്ങൾ ഒന്നും ഈ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല വന്നിട്ടുള്ളത്. ഒരു സാറ് അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. സോ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ആ ഏത് റിസൾട്ടായാലും അതിനെ സ്വീകരിക്കുക. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ആ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക, നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുക. പഠിക്കാവുന്നതാണെങ്കിൽ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എന്താ പറയുക, അതിനനുസരിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുക. അതിനനുസരിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ടൈമിൽ സാറിന് മക്കളോട് പറയാനുള്ളത്. ഓക്കെ, അതുകൊണ്ട് എന്താണ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഓക്കെ, എന്നാലും റിസൾട്ട് വന്ന ശേഷം ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ.